ഞങ്ങളിപ്പോൾ വേണ്ട ചെട്ടിനാട്ടിനടുത്തുള്ള കാരേക്കുടി എന്ന ഗ്രാമത്തിൽ ഒരു ആൻറ്റിക് മാർക്കറ്റ് കാണാനായിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഒരുപാട് പഴയ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ കാണാം. നമ്മൾ പഴയ വീടുകളിലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. എന്നാലും നമുക്കിപ്പോൾ പല വീടുകളിൽ ഇതൊന്നും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാം. നമുക്കിത് ഞാനിത് കുറച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. അതിൽ ഒരുപാട് എല്ലാം പോസ്റ്റ് ചെയ്യാൻ ഒത്തിരി സമയമാകുന്നുണ്ട്. ഞാൻ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് ആദ്യം ഒന്ന് കണ്ടിട്ട് വന്നിട്ട് അതിൽ കൊള്ളാവുന്ന ഭാഗങ്ങൾ മാത്രം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. നമുക്കിനി കണ്ടു നോക്കാം. ഇത് എന്നിട്ടാ ഇത് ആട്ടുകൾ ഇത് ഓർമ്മ ഞാൻ നോക്കിയാ പോന്നെ. നമ്മുടെ ആട്ടുകട്ടിലിൻ്റെ ചങ്ങല, ആട്ടുകട്ടിലിൻ്റെ ചങ്ങലയില്ലേ ഇത്? അന്നു ഇത് ജപ്പാൻ ടൈൽസാ. ഇത് ഇന്ത്യൻ ടൈൽസ്. കട്ടൽ മാതിരി അത് മാതിരി ഊഞ്ഞൽ. പിന്നെ അളവ് എന്നാ പറയുന്നത്? அளவு எப்படி சொல்லும்? அளவு வந்து இது கால் மணி அரை மணி தமிழ்ல. இதுல அது காப்படி அரைப்படி இந்த மாதிரி. ഇതിന്റെ വലിയത് ഇരിക്കും. ഇതിന്റെ വലിയത് പെരിയതിരിക്കുവാ. പെരുസാണ് നിൽക്കുന്നത്. ഇതല്ലാമാ നല്ല തവി ചിരട്ട നമ്മളവിടെ അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. തടിയുടെ ചിരട്ടയിലാണ് ചെയ്തേക്കുന്നത്. ചിരട്ട കൂട്ടി ഹോളിട്ടിട്ട് ഇത് കയറ്റിയിരിക്കും. ഇത് പഴയ സേവനാഴി, തടിയുടെ സേവനാഴി. ശരിക്കും മറ്റേ ഇതിന്റെ കച്ച ഓരോ ഇതിനകത്തില് പല വ്യഞ്ജനങ്ങൾ ഇട്ട് വെക്കുന്നത്. പല അറകളുണ്ട്, വലിയ അറയുള്ളത്, ചെറിയ അറയുള്ളത്. ഇത് അടപലക, പല ഷേപ്പ്. ആ ഷേപ്പ് തന്നെ അല്ല ഉള്ള കാണാൻ. ചിമ്മിനി വിളക്കുകള്, എല്ലാം പ്രത്യേകം സേവനാഴി ഓരോ നാട്ടിലും. ഇത് നമുക്ക് മധുരസേവയുടെ ഇപ്പോൾ ഉണ്ടാക്കാനുള്ളത്. ഇടിയപ്പത്തിൻ്റെ അല്ല, മധുരസേവയുടെ. ഇത് അടിയേശം കാണിച്ചതിൻ്റെ ഇച്ചിരി വലിപ്പമുണ്ട്. ഇടിയപ്പത്തിൻ്റെ വരുവോ അല്ല, മധുരസേവയുടെ വരുവോ അല്ലാത്തൊരു തീറ്റതിന് കർപ്പൂരത്തട്ട. ഇത് പഴയ നമ്മുടെ പിച്ചളയുടെ അടുപ്പ് പാത്രം. ഇപ്പം എല്ലാം സ്റ്റീലിലോട്ട് മാറിയ ഒരു പിച്ചളയൊന്നും കാണാനില്ല. ഒരു സ്റ്റാൻഡുകൾ. എന്താണിത്? ഇതെന്നെ ചെക്കോസ്ലോവാക്യയിലെ ഇത് നല്ല സുന്ദരം കരിങ്കൽ തൂണുകൾ. വീടുകളിൽ നിന്നൊക്കെ ഇളക്കി, പഴയ വീടുകളിൽ നിന്നൊക്കെ ഇളക്കി കൊണ്ട് വെച്ചേക്കണം. അതുപോലെ എൻ്റെ കസേരകൾ അതിൻ്റെ ചാരിലൊക്കെ ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. ഇരുമ്പിൻ്റെ തടിയുടെയാണ് ഇത് സീറ്റ്.
ആ ഇത് ഇരുമ്പ. ഇതെന്ത് ഇതല്ല അവിടെ കണ്ടത്, എൻ്റെ പേരെന്താണ് എൻ്റെ ഇത്? ആലിനിട്ട് പുഴുങ്ങുന്നത്. ഇതിൽ ഒരുപാട് കടകളുണ്ട്. വന്ന് കാണാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ വന്ന് കാണാനും പഴയ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നവർക്ക് വാങ്ങിക്കാനും ഒക്കെ പറ്റിയൊരു ഏരിയയാണ് ഇത്. പഴയ പെട്ടികൾ, മുണ്ടുപെട്ടി, എന്തത് പഴയ മുണ്ടുപെട്ടികൾ. മുണ്ടുപെട്ടി മാത്രമല്ല, അതിനകത്ത് അരിപ്പെട്ടിയുണ്ട്, മുണ്ടുപെട്ടിയുണ്ട്, എല്ലാം ഉണ്ട് പഴയത്. പിന്നെ എന്താണ്ട് കഥവും കട്ടലയും കൂടെ അതുപോലെ ഇളക്കൊണ്ട് ഇത് വാങ്ങിച്ചുകൊണ്ടോ ഇതുപോലെ കൊണ്ട് വെച്ചാൽ മതി. വാർപ്പുകൾ ഓടിച്ചെന്ന് കണ്ടുപോവാം. അതിൻ്റെ പഴയ ഫ്ലാസ്കുകൾ, ഇന്ന് ഇങ്ങനത്തെ ഒന്നും ഫ്ലാസ്കുകളൊന്നും കാണാൻ പോലും കിട്ടത്തില്ല. ഇതിനകത്ത് ഗ്ലാസ് ആയിരിക്കും ഇല്ലേ? ഇപ്പം കിട്ടുന്നല്ല സ്റ്റീൽ, ഇതെല്ലാം ഗ്ലാസ് ആയിരിക്കും. പഴയ തിരികല്ല്, ഒരല്. അല്ല ഇത് പഴയതല്ലേ? ഇത് പഴയല്ലേ? ഈ ഇരിക്കുന്ന പഴയതാണോ? പഴയതിന്റെ മോഡലല്ലേ? വീടുകളിൽ പുതിയ വീട് വെച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഇത് ഇത്രയും വെക്കും. വെക്കുമല്ലേ? നമ്മുടെ ഇങ്ങനത്തെ ഒന്നും അരകല്ലൊന്നും നമ്മുടെ അവിടെ കിട്ടത്തില്ലല്ലേ സാധനം. ഇതാകുമ്പോൾ നേരെ കൊണ്ടങ്ങ് വെച്ച് ഉപയോഗിച്ചാൽ മതി. നല്ല ഹൈറ്റിൽ തന്നെ ഇരുന്നോളൂ. പഴയ ഒരു ഗീതോപദേശം കാണാൻ കൊള്ളാതെ. തടിയാണോ എന്ന് അറിയത്തില്ല, എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഒരു കാർപ്പറ്റ് ഫ്രെയിം ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. തഞ്ചാവൂർ പെയിന്റിങ്, നല്ലൊരു ഗണപതി. ബാംഗ്ലൂരിൽ ട്രേഡ് ഫെയറിൽ ഇതിൻ്റെ ചെറിയ ഒരെണ്ണം കണ്ടായിരുന്നു. ഇതിപ്പോൾ അതിൻ്റെ വലിയൊരു മോഡൽ തന്നെ നമുക്കിവിടെ കാണാം. അവിടുത്തെ ഒരു ബുദ്ധനെ കൂടെ അതിനകത്ത് കിട്ടും. ഇതൊരു വീട്ടിലെ ഒരു ഡോറാണെന്നാണ് പറയുന്നത്. അതാണ് ഇങ്ങനത്തെ ഡോർ വരുന്നത്. ഓരോ വീട്ടിലും ഓരോ മോഡല്, നല്ല റിച്ചായ പാർട്ടി, നല്ല റിച്ചായിടും. ഇപ്പൊ ഒക്കെ ഉള്ളത് പോലെ തന്നെ. ഇത് ഗേറ്റിൻ്റെ വിക്കൻ ഡോർ പോലെയോ ആയിരിക്കണം. ഇത് കണ്ടാൽ ശരിക്കും അമ്പലത്തിലെ ഡോർ പോലെ തോന്നിക്കും. എൻ്റെ ഈ ബുദ്ധൻ ഫുള്ള് തടിയിലുണ്ട്. ഈ ബാക്കിലെ ഒരെണ്ണം മാത്രം ജോയിൻറ്റും, ബാക്കി ഫുള്ള് ഒരേ തടിയിൽ ചെയ്തെടുത്ത ബുദ്ധനാണ്. ഇതിന് എന്ത് ഹൈറ്റ് വരും? ഇത് 8 അടി ഹൈറ്റാ. അതിൻ്റെ പറയുന്നത് പേരെന്താ അങ്ങനെയുള്ള പാത്രത്തിന്? ഒരു പാത്രത്തിൽ ഒത്തിരി പാത്രം, മൊന്ത, ഗ്ലാസ്, പ്ലേറ്റ് എല്ലാം കൂടെ, ചരുവം എല്ലാം കൂടെ ചേർത്തൊരു സൈസ് വരും. അത് യൂട്യൂബിൽ കണ്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. ഇവിടെയൊക്കെ അന്വേഷിച്ചിട്ടെങ്കിലും സാധനം കിട്ടാനില്ല. വളരെ റെയറായിട്ടുള്ള സാധനമാണെന്നാണ് പറയുന്നത്. എന്ത് കുഴല്, കൊമ്പും പേരിയോ? പക്ഷെ കൊമ്പും കൊള്ളിങ്ങല്ലേ റാ പോലെ ഇതിലിരിക്കും. കാഹളം എല്ലാം ഒന്നും എടുക്കും. ഞാൻ അത്യാവശ്യം കുറച്ച് മാത്രം എടുക്കാമെന്ന് വെച്ചാൽ, എന്നാലും കണ്ടുവരുമ്പോൾ എടുത്തു പോകില്ല. ആർക്കെങ്കിലൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കണ്ടോട്ടെന്ന് വെച്ചിട്ട്. ടേസ്റ്റുകാരുടെ പായ. ഈ പായൊക്കെ ഇവിടുത്തെ എന്താ നാട്ടിലെ? ബർമ്മ. ഇത് ഇതെല്ലാം ബർമ്മ തന്നെ. ഇതെല്ലാം ബർമ്മയിൽ വന്ന പായാണെന്നാണ് പറയുന്നത്. ഇതെല്ലാം ബർമ്മയിലാണ് പാകളെല്ലാം. നോർത്ത് ഈസ്റ്റിന്റെ ഇത് നമ്മുടെ തഴയല്ല, മറ്റേ സാധനമാണ്. വീടുകളിലെ തോന്നുന്നത് തന്നെ, വീട്ടിലെ തോന്നുന്നതാണ്. പഴയ ഗ്രാമഫോണ്. പാകോ സ്റ്റാൻഡില്ലേ, അതിൻ്റെ ഷേപ്പൊക്കെ നോക്കിയത്. അപ്പോൾ നമുക്ക് എല്ലാം ഒരുപാട് ഡിസൈൻ ചെയ്ത് തരുന്ന സാധനം. ഇതൊക്കെ പഴയ
ഈ ഐറ്റം തന്നെ ആപ്പക്കൂട് ആപ്പക്കൂട് സോറി എന്നാ ആപ്പക്കൂട് കറണ്ട് പോട്ട് പോകണം ആ അതെ അതെന്താന്ന് കാണിച്ചു തരുവേ ആ നമ്മൾ തവിയൊക്കെ ഇടുന്ന സ്റ്റാൻഡിൽ തടിയുടെ പഴയ സ്റ്റാൻഡാണിത് അതിനെന്ത് തമിഴിൽ തന്നെ ചെല്ലും ആപ്പക്കൂട് ആപ്പക്കൂട് അതെ താപ്പക്കൂട് തന്നെ എല്ലാം തടി നമ്മൾ തവിയൊക്കെ തൂക്കുന്ന സ്റ്റാൻഡുകൾ പല മോഡലിലെ സ്പൂണ് തവി എല്ലാം ഇടും നമുക്കിപ്പോൾ സ്റ്റീലിലും നമ്മൾ ചെയ്തു തരുന്ന സാധനം പഴയ കാലത്ത് തടിയിൽ ചെയ്തേക്കുന്നത് പിന്നെ പല സൈസിലെ ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട് ഇങ്ങനെ പറഞ്ഞു പോയാലും ഒത്തിരി പറയേണ്ടി വരും ഇത് കാണാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരിക്കലെങ്കിലും വന്ന് നമ്മുടെ അവിടുത്തെ മത്ത സൈസ് അല്ലല്ലോ ഇത് മറ്റേ 4 ഇതുപോലുള്ള മത്താണല്ലോ ഇത് അതുപോലത്തെ അല്ല ഇത് ഉപയോഗത്തിലുണ്ടായിരുന്ന മത്താണ് നമ്മുടെ നാട്ടിലെ മത്ത് പോലത്തെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല വീട്ടിലൊക്കെ ഉപയോഗിച്ചിരുന്ന മത്തി സൈസ് അല്ല അതിന് 4 കാല് പോലെ ഇങ്ങനത്തെ സൈസ് മത്തായിരുന്നു 4 ഇതളെങ്കിൽ അതള് എന്തോ സാധനം നമ്മുടെ കൊച്ചുനാളിൽ കണ്ടില്ല അന്ന് കാലം എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം പറഞ്ഞാൽ നമുക്ക് ഇപ്പം അതൊക്കെ എന്ത് ചെയ്യുന്ന നമുക്ക് അറിയത്തില്ല വീട്ടിലിതെല്ലാം ഉണ്ടായിരുന്നതാണ് പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് ഇതിനെക്കുറിച്ച് പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ടെല്ലാം പോയി ഇത് നമ്മുടെ പഴയ കുഴിപ്പാറത്തടി അത് തന്നെ പെയിൻറ്റ് ചെയ്തിട്ട് വേറെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളാണ് പക്ഷെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പല സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയതിൻ്റെ വിഷമം ഇപ്പം ഇതൊക്കെ കാണുമ്പം അറിയുന്നുണ്ട് എങ്കിലും ഇങ്ങനത്തെക്കാൾ സാധനങ്ങൾ ആരുടെങ്കിലും വീട്ടിലിരിപ്പുണ്ടെങ്കിൽ കളയാതെ സൂക്ഷിക്കുക പിന്നീട് ഒരിക്കൽ നമുക്കിത് ഇല്ലയെന്ന് പറയേണ്ടി വരത്തില്ല അപ്പം കളയാതെ സൂക്ഷിച്ച് വെച്ചാൽ ഇതൊക്കെ വീട്ടിലുണ്ടായിരുന്ന ഇതല്ല தெரியுமா ரேட்டு எங்கே கேட்கணும் இந்த இருக்காங்க இது இந்த இதுக்கு ரேட் என்ன தெரியும் சொல்லுமா இதுக்கு தானே இது இதுக்கா ஆ பழங்குடிக்கு அந்த அங்கே கேட்டு வரைக்கும் കേട്ടിട്ടുണ്ട് തമ്പി ഇത് നമ്മുടെ കുഴിപ്പാറത്തടിയല്ലേ പഴയ കുഴിപ്പാറത്തടി പാറ കളിക്കുന്നത് അതെങ്ങനെ കളിക്കുന്നത് ആ അത് തന്നെ കുഴിപ്പാറത്തടി എന്ന മലയാളി ഇതിന് എത്രയും തന്നെ റേറ്റ് 2500 ഇതൊക്കെ പണ്ട് വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ എൻ്റെ വിലയെക്കുറിച്ചൊന്നും അറിയാൻ മേലെ എടുത്ത് കളഞ്ഞ സാധനങ്ങൾ അന്ന് എല്ലാം നശിച്ചു പോയതാണ് ഇപ്പം ഇതൊക്കെ കേൾക്കുമ്പം ശരിക്കും പറഞ്ഞാൽ വിഷമം വരുന്നുണ്ട് ഇതൊക്കെ വീടുകളിലൊക്കെ ഉള്ളവർ എപ്പോഴും സൂക്ഷിച്ച് വെക്കാൻ ശ്രമിക്കും ഇങ്ങനെ വാങ്ങിക്കണമെങ്കിൽ വരുമ്പോൾ റേറ്റ് കാണുമ്പോൾ അതിൻ്റെ വിഷമം നമ്മൾ അറിയുന്നത് തടിയുടെ കറങ്ങുന്ന കസേര ഇപ്പം ഇതൊക്കെ അല്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ച് കാശ് കളയും നല്ല സ്ട്രോങ് ആണ് അത് വീണ് പോത്തൊന്നുമില്ല കയറുന്ന കയറും മുമ്പോട്ടും പുറകും നമുക്കിത് വന്നപ്പോൾ മുമ്പോട്ടും ഉരുളുമ്പോഴാണല്ലോ നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത് ഇങ്ങനെ ഉരുളുന്നത് നല്ലതാണല്ലോ നമുക്കറിയാം തിരിയാൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ് ഇതെല്ലാം കാരണം വാങ്ങിക്കണം വെച്ചാൽ തറവ് കൊടുക്കേണ്ടി വന്ന് ആലോചിക്കുകയാണ് 16000 രൂപയോ മറ്റേതിന് അതുപോലെയൊക്കെ വരും അല്ല മറ്റേത് ഞാൻ വലിയ അതുപോലൊക്കെ വരത്തില്ലോ എത്ര വില വരും ഇപ്പം അവിടെ വീട്ടിൽ കിടക്കുന്നതിന് 5-6 അപ്പോൾ അത് നമ്മൾ സാധാരണ വെളിയിൽ നിന്ന് വാങ്ങി ഇപ്പോൾ വാങ്ങിക്കുന്ന സാധനം 5-6 ഒക്കെ ഉള്ളൂ 16000 രൂപ പക്ഷേ 16000 രൂപ എന്ന് പറഞ്ഞാലും മുതലാവും കേട്ടോ പഴയ ചക്കയാണ് എല്ലാം കാണാൻ തുടങ്ങി ഒരുപാട് കാണാനുണ്ട് ഇവിടെ ഇതൊക്കെ കണ്ടിട്ട് ഒരാൾക്ക് തൂണ് കുറെ വേണമെന്ന് തോന്നുന്നുണ്ട് പഴയ തൂണുകൾ പഴയ തടിയുടെയോ അത് എന്തിൻ്റെ തൂണാണ് വേണ്ടത് തടിയുടെയാണ് വേണമെന്ന് അതോ കല്ലിൻ്റെ തൂണ് മതി ആ കല്ലിൻ്റെ തൂണ് ഈ തൂണൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പഴയ കുറേ തൂണ് വേണമെന്ന് തോന്നുന്നു പക്ഷെ എന്താ ഞങ്ങൾ വന്നത് കാറിനകത്തായിപ്പോയി ഇനി നമുക്കൊരു ദിവസം വല്ല ലോറിയോ വല്ലതും വിളിച്ചാലും തൂണൊക്കെ വാങ്ങിച്ചോണ്ട് പോകാം നമുക്ക് സമയം അധികം ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം കയറി കുറച്ച് സാധനങ്ങൾ മാത്രം കണ്ടുവച്ച് ഞങ്ങൾ തൽക്കാലം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോഴൊന്നും കണ്ടിട്ട് മൊത്തം കാണാനൊക്കത്തൊരു പ്രയാസമുണ്ട് എങ്കിലും ഇത്രയും കാണാനൊത്തൊരു സന്തോഷമുണ്ട് എപ്പോഴെങ്കിലും ഈ റൂട്ടിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ചെട്ടിനാട് വന്നിട്ട് ആൻറ്റിക് മാർക്കറ്റിലൊന്ന് വരിക ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക താല്പര്യമുള്ളവർക്ക് അത്യാവശ്യം കുറേ സാധനങ്ങൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളിവിടെ വാങ്ങിക്കാൻ കിട്ടും പഴയ സാധനങ്ങൾ അത് വാങ്ങിക്കാൻ ശ്രമിക്കുക ഇനി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നതിന് ടാറ്റാ.